ഇതിനെ ചോദ്യം ചെയ്യുന്ന ഇവന്മാർ ഒരു പ്രാവശ്യം പോലും ഒന്ന് ചിന്തിക്കുന്നില്ലല്ലോ. ഒട്ടക ചാണകത്തിരിക്കുമ്പോ എങ്ങനെയാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്? ഒട്ടക ചാണകത്തിനകത്ത് തലയിട്ട് ഇരിക്കുമ്പോൾ അതെ അതെ അതെ. അത് അവന്മാരെങ്ങനെ പറയുമ്പോ തന്നെ ഇവർക്ക് തന്നെ ഉളുപ്പ് ഒരു തോന്നുന്നില്ല എന്നുള്ളത് ഒരു അതാണ് ലജ്ജയും ഇല്ല. ഒരു നാണമില്ല. ഇത് പറയാൻ കൊള്ളാത്തൊരു വൃത്തികേടാണ്. ഇത് പറഞ്ഞാൽ ബോധമുള്ളവൻ കേട്ടിട്ട് പ്രവാചകനെ പഞ്ഞിക്കിടും എന്ന് പറയുന്ന ഇത് തന്നെയായിരുന്നു കുഞ്ഞാ ഇത് എഴുതിയ കാലത്തും. ഇവന്മാര് എഴുതിയ കാലത്ത് ഇയാളുടെ വികൃതികൾ മുഴുവൻ വീരകഥകളായിട്ട് ഇവരങ്ങ് എഴുതി വെച്ചു. ഇയാള് പെണ്ണുകളെ 5 പെണ്ണുങ്ങളെ പിടിച്ചു, 10 പെണ്ണുങ്ങളെ പിടിച്ചു, ഇയാള് പെണ്ണുപിടിയിൽ ഉസ്താദാണ്, പുള്ളി കുറെ പേരെ കഴുത്തറത്തു, സ്വന്തം മോളെ പോലും വെറുതെ വിട്ടില്ല. ഇതെല്ലാം പുള്ളിയെ കുറിച്ച് ഇവന്മാരിങ്ങനെ എഴുതി വെച്ചപ്പോഴും ഇത് ഇങ്ങനൊരു തിരിച്ചടിയാവുന്ന ഇവന്മാർ വിചാരിച്ചില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ബോധമുള്ളവന്മാര് ഇത് വായിച്ചിട്ട് ഇതൊക്കെ മൂടി വെക്കേണ്ട സാധനമാണ്, വലിച്ചു പറയണ്ടല്ല എന്ന് പറയുന്നതിന് പകരം നീ നിന്റെ ഭാര്യയുമായി റോഡിലൂടെ നടക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ കൂടെ വരുവാണെങ്കിൽ അദ്ദേഹം നിന്റെ ഭാര്യയെ നോക്കുകയാണെങ്കിൽ നീ മൊഴി ചൊല്ലി കൊടുത്തേ പറ്റൂ. അയ്യോ എന്റെ പൊന്നോ. അപ്പം അപ്പോഴേ ഈ കേട്ടിരിക്കുന്ന ഇന്നത്തെ വിവരമുള്ള ഇവന്റെയൊക്കെ മക്കള് ചോദിക്കത്തില്ലേ എന്തുവായിരുന്നു അപ്പൊ അന്നേരം നമ്മുടെ പ്രവാചകന്റെ പരിപാടി? ഇന്നായിരുന്നെങ്കിൽ അകത്ത് കിടന്നേനെ. ഈ പ്രവാചകൻ ഈ വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ നോക്കിയാൽ പോലും അത് ആ പെണ്ണിന് കൊടുക്കണം, നിക്കാഹ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുമ്പോ ഇയാളെന്തോ വിത്തുകാളയാണെന്ന് ഏതെങ്കിലും ഒരു കൊച്ചു ചോദിച്ചാൽ എന്തു പറയും ഇവരുടെ മക്കളോട് ഇവര്? ഇതൊക്കെ മനസ്സിലാവുന്നില്ല സാറുമാര്, എന്തുവാ ഈ പറഞ്ഞു വെച്ചേക്കുന്നത്? അയ്യോ. ഇവർക്ക് ഇച്ചിരെങ്കിലും ബുദ്ധിയും ജ്ഞാനവും ഉണ്ടായിരുന്നെങ്കിൽ ഇവരിങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരുന്നേനെ. പക്ഷെ അവരതിന് ഒന്നും മടി കാണിക്കുന്നില്ല. ഷിനാദ് ഭായി എന്തുകൊണ്ട്, സുഖമല്ലേ? ഗുഡ് ഈവനിങ്. എന്നാ ഉണ്ട് വിശേഷം? ഫോട്ടോ ഒക്കെ ഒന്ന് മാറ്റിയല്ലോ, എന്നാ പറ്റി? ഫോട്ടോ ഒക്കെ വെറുതെ ഒന്ന് മാറ്റിയാണ് ഇപ്പൊ. ഓഹോ, പുതിയ പുസ്തകങ്ങളൊക്കെ മേടിച്ചോ? ഇതെന്റെ ലൈബ്രറിയാ, പുതിയ പുസ്തകങ്ങളല്ല, ഇതൊക്കെ പഴയ. ഏതൊക്കെ പുസ്തകങ്ങളാണ് കൂടുതലും വായിക്കുന്നത്? ഒക്കെ വായിക്കാറ് മലയാളം, ഇംഗ്ലീഷ്, പിന്നെ ലാംഗ്വേജ് ആണോ ഞാൻ ചോദിച്ചേ? ഏതൊക്കെ ടൈപ്പിലെ പുസ്തകങ്ങളാ വായിക്കുന്നത്? അങ്ങനെ ഞാൻ കുറച്ച് ഫിക്ഷൻസ് വായിക്കാറുണ്ട്, പിന്നെ കുറെ പഠനങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ അറബിയുമായി ബന്ധപ്പെട്ട കുറെ അറബി സാഹിത്യങ്ങളൊക്കെ വായിക്കാറുണ്ട്. അറബി സാഹിത്യങ്ങൾ? അറബി സാഹിത്യങ്ങളുണ്ടല്ലോ. ഞാൻ അറബി ലാംഗ്വേജ് ആണ് MA ഒക്കെ ചെയ്തത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഠനങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വായിച്ചു പോകാറുണ്ട്. ലിറ്ററേച്ചർ ആണല്ലോ മെയിൻ ആയിട്ട് MA-ലൊക്കെ വരിക. അങ്ങനെ വായിക്കും. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. വേറെന്തുള്ള വിഷയം? വേറെ ഒന്നുമില്ല. ഞാൻ കുറച്ച് ഒരു പുസ്തകം തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് സാധനം കിട്ടുന്നില്ലായിരുന്നു. എക്സാക്ട് ബുക്ക് കിട്ടുന്നില്ല. അറബിയിലുള്ള ബുക്ക് ആയതുകൊണ്ട് എക്സാക്ട് ബുക്ക് കിട്ടുന്നില്ല. കാര്യം സാധനം കിട്ടി. പക്ഷെ ബുക്കിന്റെ പേര് ഇബൻ ഹജർ അൽ അഷ്കലാനി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇബൻ ഹജർ അൽ അഷ്കലാനിയുടെ ഒരു പുസ്തകമാണ് തഹദീബ് അൽ തഹദീബ്. അതെന്റെ ഉണ്ട്, എൻ്റെ ഇവിടെ അറബിക്ക് ഉണ്ട് എൻ്റെ. അടിപൊളി. അതിൻ്റെ 7/199 to 203 അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ എനിക്കതൊട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാധനം ആയതുകൊണ്ട് ഞാൻ ആ ഭാഗം ഞാനൊന്ന് തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. ഒട്ടും അതൊന്ന് വായിച്ചിട്ട് എനിക്കതെങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല ഭാഗം. അതിപ്പോൾ ഞാൻ നമ്മുടെ ഷമീല ലൈബ്രറിയിൽ നിന്ന്, അറബിക് ലൈബ്രറിയിൽ നിന്ന് ഞാൻ ആ ഭാഗം ഒന്ന് എടുക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വേറൊരു പുസ്തകം കിട്ടി. അതിനകത്ത് ഇതിൻ്റെ റെഫറൻസ് പറയുന്നുണ്ട്. അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ദ ഷിയൈറ്റ് റൈറ്റേഴ്സ് ആർ എനിമീസ് സോ ബിവെയർ ഓഫ് ദം. ഇത് ഷെഹത ഷാക്കിർ എഴുതിയ പുസ്തകമാണ്. അവിടെ ഈ സെയിം പരാമർശം പറയുന്നുണ്ട്. ഈ തഹദീബിലുള്ള സെയിം പരാമർശം അവിടെയും പറയുന്നുണ്ട്. ഞാൻ ആ പരാമർശം മേളിലിടാം.
ഷിനാദ് ഭായിക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞേ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യം എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഞാനത് മേളിലിട്ടിട്ടുണ്ട്. കേൾവിക്കാർക്ക് നിങ്ങൾക്കും അത് എടുക്കാം കേട്ടോ, നിങ്ങൾക്കും അത് എടുത്തിട്ട് വായിക്കാം. ഇവിടെ the Shiite scholars Hussein al-Muawi said in his book For Allah Then for History, revealing secrets of acquitting the pure Imam. നസ്രീൻ ബ്രദറെ, പറഞ്ഞു. ഞാൻ കുറെ സമയം നിങ്ങൾ മ്യൂട്ടാന്നാ വിചാരിച്ചേ, ഞാൻ ഒന്നും കേട്ടില്ലായിരുന്നു. ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. അതെ, അപ്പൊ എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ. ഞാൻ എന്നിട്ട് കുറെ ഇവിടുന്ന് ഹലോ എന്നാക്കി, പക്ഷെ ഞാൻ മാത്രമേ കേട്ടുകൂടും തോന്നുന്നു. ചിലപ്പോൾ മൈക്ക് മ്യൂട്ടായിരിക്കും, അതായിരിക്കും. ബ്രദറിനെ ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇപ്പൊ ബ്രദർ ഞാനുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലബ് ഹൗസിൽ കയറാറുണ്ട്. ഞാന് ബ്രദറിന് പേഴ്സണലായിട്ട് ഒരുപാട് നമ്മള് അന്നൊക്കെ സംസാരിച്ചോടുന്ന് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. എപ്പോഴാ? ഇല്ല, ഇടക്കിടക്ക് ഞാനും കുറെ കുറവായിരുന്നു കയറുന്നത്, പക്ഷെ 1-2 തവണ കയറിയപ്പോഴൊക്കെ ഞാൻ ബ്രദറിന് ഇങ്ങനെ പേഴ്സണലായിട്ട് ഹാൻഡ് റൈസ് ഒക്കെ ചെയ്തായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല ബ്രദറിന്. മെസ്സേജ് ആണോ? പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതാണോ? ഓഡിയോ മെസ്സേജ്? ഇല്ല, മെസ്സേജ് ചെയ്ത് ഞാൻ റൂമിനകത്തോ? അങ്ങനെ നമ്മുടെ സെപ്പറേറ്റ് റൂമിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമല്ലോ. ഓ, അങ്ങനെ. അതിന്റെ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇല്ല ഇപ്പം. അത് കഴിഞ്ഞോ? ഇപ്പൊ ക്ലോസ് റൂമിന്റെ ആ ഓപ്ഷൻ അത് ഇതിനകത്ത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ക്ലബ് ഹൗസ് ഈ അപ്ഡേറ്റ് ആയ പിന്നെ എനിക്കും ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്നും അറിയത്തുമില്ല. ഇതിനകത്തൊരു ഭാഗം പറയുന്നത്, ഇത് കേൾക്കണേ, ഞാൻ ആ ഭാഗം വായിക്കാം. ഞാൻ മേളിലിട്ടിരിക്കുന്ന ലിങ്കിനകത്താണ് ഈ സെയിം തഹദീബ് അൽ തഹദീബ് ഇബ്ൻ ഹജർ അൽ അസ്ഖലാനിയും ഈ ഭാഗം തന്നെ പറയുന്നുണ്ട്. അത് ഇവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്: The spread of the act of pleasure has led to the lending of the private parts, and lending private parts means that a man give his wife or his female slave to another man. So it is permissible for him to enjoy her or to do with her whatever he wants. If a man wants to travel, he deposits his wife with his neighbor, friend, or any other person. He would choose it, and he would be allowed to do whatever he wants with it for the duration of the travel. The reason is known so that he can be reassured. Page number 90. He can be reassured the husband is against his wife so that she does not commit adultery in his absence. This is a second way to lend private part of someone if someone stay as a guest with a people and they want to honor him. The owner of the house lend his wife to the guest for the duration of his stay with them, and everything from her is permissible for him. Unfortunately, they narrated narrations about this that they attributed it to Imam al-Sadiq and his father Abu Ja'far എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പറയാണ്. Al-Tulsi narrated on the authority of Muhammad, on the authority of Abu Ja'far, said, is it permissible for a man to have his brother's private parts? He said, yes, there is no problem with it as long as it is permissible for him to do it. Al-Istibsar 3/136. What is this tradition? Why is this tradition there? What is the purpose of this tradition? ഞാൻ ഇത് ചോദിക്കാനുള്ള കാരണം വേറെ ഒരു ഹദീസ് കൂടെയാണ്. ബിക്കോസ് ഇൻ അനദർ ഹദീസ് ഒരു മനുഷ്യൻ മുഹമ്മദിൻ്റെ അടുത്തേക്ക് വരുന്നു, എന്നിട്ട് പറയുന്നു, എൻ്റെ ഭാര്യ അന്യപുരുഷന്മാർ അവളെ തൊടുന്നത് വിലക്കുന്നില്ല. അപ്പം മുഹമ്മദ് പറയുന്നതാണ്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ അവളെ വിവാഹമോചനം ചെയ്യ്, യു ഡിവോഴ്സ് ഹർ. അപ്പം ഈ പുരുഷൻ പറയുന്നത്, മേ ബി മൈ ഹാർട്ട് വുഡ് കവറ്റ് ഹർ. അപ്പം എനിക്ക് അവളോട് എൻ്റെ ഹൃദയത്തിന് താല്പര്യം തോന്നാൻ സാധ്യതയുണ്ട്.
അപ്പം മുഹമ്മദ് പറയാ, then you enjoy her, you can enjoy her, it is okay. So I cannot understand, like, എന്താണ് ഇതിലെന്താണ് ഒരു മാന്യത, ഒരു സ്ത്രീയും പുരുഷനും ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവരുടെ ആ വിവാഹ ജീവിതത്തിൻ്റെ ആ പവിത്രതയും റെഫറൻസ് അതൊന്നും പറയാമോ? എന്തോന്നാ ബ്രദർ? ഇപ്പം പറഞ്ഞ ഹദീസിന്റെ റെഫറൻസ് ഒന്ന് പറയാമോ? ആ ഹദീസിന്റെ റെഫറൻസ് കൂടെ പറയാം. ഒരു മിനിറ്റ് നിൽക്കണേ, ഒരു സാധനം താഴെ വീണു, സോറി. ഒരു മിനിറ്റ് ഇപ്പം പറഞ്ഞ ഹദീസിന്റെ റെഫറൻസ് കൂടെ എടുക്കാം. ഒത്തിരി കാര്യങ്ങൾ അവിടെ ഇവിടെയും പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പല സാധനങ്ങളും അവിടെ ഇവിടെയും വെച്ചിരിക്കുക. സുനൻ അബൂ ദാവൂദ് 2049 ഞാനത് മേളിലിടാം ബ്രദറെ, ഒരു മിനിറ്റ്. സുനൻ അബൂ ദാവൂദ് 2049. സുനൻ അബൂ ദാവൂദ് Sunan Abu Dawud narrated Abdullah ibn Abbas, the man came to the Prophet and said, my wife does not prevent the hand of a man who touches her. He said, divorce her. He then said, I am afraid my inner self may covet her. He said, Muhammad Warayan, he said, then enjoy her. This is, let me pin it here. കിട്ടിയോ ബ്രദറെ? ഞാൻ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഹദീസ് മേളിൽ കിട്ടിയോ? സോ ഈ കോണ്ടെക്സ്റ്റ് ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും ദാറ്റ് ദിസ് ഈസ് സെഡ്. കാരണം വേറെ ഒരു ഇതിൻ്റേത് തന്നെ വേറെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു കാര്യം വരുന്നുണ്ട്. സോ ലൈക്ക് ഇപ്പം ഒരു പ്രവാചകനാണെങ്കിൽ ആ വ്യക്തി ആദ്യം പറയേണ്ടത് നീയും അവളിൽ നിന്നും മാറി നിൽക്ക്. ഇഫ് ഷീ ഈസ് എൻ അഡൾട്രസ് വുമൺ, ദെൻ ലെറ്റ് ഹർ ഗോ, ഡിവോഴ്സ് ഹർ. പക്ഷേ ഈ മുസ്ലിം അവൻ തിരിച്ച് പ്രവാചകനോട് പറയാ, ഇറ്റ് കുഡ് ബി പോസിബിൾ ദാറ്റ് ഐ മേ കവറ്റ് ഹർ. എനിക്ക് ചിലപ്പം എൻ്റെ ഇന്നർ സെൽഫ് അവളോടുള്ള ആഗ്രഹം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം യൂഷ്വലി പറഞ്ഞു കൊടുക്കേണ്ടത് എന്തുവാ? അങ്ങനെ ആഗ്രഹം തോന്നിയാലും ഷീ ഈസ് നോട്ട് എ റൈറ്റ് വുമൺ. അവൾ നല്ല ഒരു സ്ത്രീ അല്ല, അവൾ അന്യപുരുഷന്മാരെ അവളെ തൊടാൻ അനുവദിക്കുന്നു. അപ്പം നീ അവളിൽ നിന്ന് മാറി നിൽക്ക് എന്നും പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മുഹമ്മദ് പറഞ്ഞു കൊടുക്കുകയാണ്, then enjoy her. And it is the grade of the hadith is sahih. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത്, ഒരു സ്ത്രീയെ ആസക്തിയോടെ നോക്കിയാൽ അവൻ അവളോട് കൂടെ വ്യഭിചാരം ചെയ്തു. അപ്പം സ്ത്രീകൾക്കും അതുപോലെ തന്നെ. സ്ത്രീകൾ അന്യപുരുഷന്മാർക്ക്, അവരുടെ ഭർത്താക്കന്മാരല്ലാത്ത പുരുഷന്മാരെ ആസക്തിയോടെ നോക്കിയാൽ അവരും തുല്യമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് ഞങ്ങളുടെ കർത്താവ് ഇത്രയും ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിപ്പിച്ചപ്പോൾ 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുന്ന ഒരു വ്യക്തി പ്രവാചകൻ്റെ ആ പിന്തുടർച്ച, എല്ലാ പ്രവാചകന്മാരുടെയും പിന്തുടർച്ചയിലാണ് ഞാനും വരുന്നത് എന്ന് പറയുമ്പോൾ ആ വ്യക്തി പഠിപ്പിക്കേണ്ടത് ഇച്ചിരൂടെ നല്ല കാര്യം, ഇച്ചിരൂടെ മെച്ചപ്പെട്ട കാര്യമായി ആണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. ഞാൻ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനിലൊരു വേറൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. സുനൻ അബൂ ദാവൂദ് 2049 ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇത് സേവ് ചെയ്തിട്ടില്ല. ഇതും സേവ് ചെയ്ത് വെക്കാം.
സഹോദരന്മാരെ, ഈ ഹദീസ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. ചില ഹദീസുകളൊക്കെ സിമ്പിൾ ഹദീസുകളായിരിക്കും, പക്ഷെ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹദീസുകളാണ്. ആ ഇത് ഓക്കെ, ഇത് ഹസനായിട്ടുള്ള ഹദീസാണ് അടുത്തത്. ഷിനാദ് ബ്രദർ ഉണ്ടോ? ഷിനാദ് ഭായി കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന ശബ്ദം ക്ലിയർ അല്ലേ? ഏറം പറയുന്നത് ആ സ്ത്രീക്ക് തിരിച്ചു വരാനുള്ള അവസരം നൽകുന്നത് തെറ്റാകുന്നത് എങ്ങനെ? തിരിച്ചു വരാനുള്ള അവസരമല്ല എൻ്റെ പൊന്നു സഹോദര. ആ സ്ത്രീ അവളുടെ ഭർത്താവിരിക്കെ തന്നെ വേറെ പുരുഷന്മാര് അവളെ തൊടുന്നത് അനുവദിക്കുന്നുണ്ട്. തിരിച്ചു വരുന്നതും പരിപാടിയൊന്നുമില്ല. ആ സ്ത്രീ അതുപോലെ തന്നെയാണ് അവളുടെ ജീവിതം. മനസ്സിലായോ? ഏറം നിക്കാഹ് കഴിച്ചതാണോ? ഏറം നിക്കാഹ് കഴിച്ചതാണെങ്കിൽ നിക്കാഹ് കഴിച്ച ഏറമ്മിന്റെ ഭാര്യ അന്യപുരുഷന്മാർ അവളെ തൊടുന്നത് അനുവദിച്ചു കഴിഞ്ഞാൽ ഏറമ്മിന് എങ്ങനെ തോന്നും? ഏറമേ എന്ത് തോന്നും? ആ സ്ത്രീ ഒരു മാന്യതയുള്ള സ്ത്രീ ആയിട്ട് ഏറമ്മിന് തോന്നുമോ? ഏറം ഭായി? എന്തു ഏറമ്മ, താങ്കൾക്ക് കാര്യം പിടികിട്ടിയോ? സ്വന്തം ഭാര്യ നേർവഴിയിലാകാൻ വിട്ടുവീഴ്ച ചെയ്യുന്നത് എങ്ങനെ തെറ്റാകും? നേർവഴിയിലാകാൻ ഒന്നും മുഹമ്മദ് പറയുന്നില്ലെന്നേ. മുഹമ്മദ് അങ്ങനെ ഒന്നും അവർക്ക് ഉപദേശമോ അവർക്ക് ഫാമിലി കൗൺസിലിങ്ങോ ഒന്നും നടത്തി കൊടുക്കുന്ന പരിപാടിയൊന്നും അല്ല. ഏറെമേ ഈ ഉടച്ചു മറിച്ച് പറയുന്ന ഓരോ ടെക്നിക്കൊക്കെ അതൊക്കെ എനിക്കറിയാം. ഇവിടെ അതൊന്നും അല്ല സംഭവം. ഫാമിലി കൗൺസിലിംഗ് അല്ല നടക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? അവൾ അപ്പോഴും ആ സെയിം പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക. പക്ഷെ മുഹമ്മദ് പറയുന്നത് ഓക്കെ, സോ ഇറ്റ്സ് ഫൈൻ. ഏറം ഫാൽക്കൻ കാര്യം പിടികിട്ടിയോ? ആ അത് തന്നെ സി എ ബ്രദർ പറഞ്ഞാണ് ശരി. അതിൻ്റെ ജസ്റ്റ് എൻജോയ് ഹെർ, ദാറ്റ് ഈസ് ഫൈൻ. ഒരാളുടെ ഭാര്യയാണ് എന്ന് മനസ്സിലാക്കുക, അല്ലാതെ ചുമ്മാതെ ഒരു വ്യക്തി അല്ല ഈ വ്യക്തി. പക്ഷേ ഷീ ഈസ് എ വൈഫ്. അവിടെ പറയുന്നത് ഷീ ഈസ് എ വൈഫ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ മനുഷ്യൻ ഇവൻ ഒരു മുസ്ലിം ആയിരിക്കണം. കാരണം മുഹമ്മദിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ ആ ചോദ്യം ചോദിക്കണമെങ്കിൽ, എ മാൻ കെയിം ടു ദ പ്രോഫറ്റ് ആൻഡ് സെഡ്, മൈ വൈഫ് ഡസ് നോട്ട് പ്രിവെൻറ്റ് ദി ഹാൻഡ് ഓഫ് എ മാൻ ഹൂ ടച്ചസ് ഹർ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഈ വ്യക്തി മുസ്ലിം ആയിരിക്കണം. ഏറമ്മേ ഫാൽക്കൻ, അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ ഈ ആചാരത്തെ പറ്റിയാണ് എനിക്കറിയേണ്ടത്. ഇത് എന്ത് ടൈപ്പിലുള്ള ആചാരമാണ്? എങ്ങനെയാണ് ഇത് അനുവദിച്ചു കൊടുക്കുന്നത്? ഇത് ശരിയാണോ? ഇത് ഇസ്ലാമിൻ്റെ സുന്നത്താണോ? അല്ലെങ്കിൽ മുഹമ്മദ് പഠിപ്പിച്ചതായതുകൊണ്ട് മുഹമ്മദിൻ്റെ സുന്നത്തായിരിക്കാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇന്നും നടക്കാൻ സാധ്യതയുണ്ടോ? നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ കാര്യം നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എൻ്റെ ചോദ്യമാണ് കേട്ടോ. ഞാൻ മുസ്ലിങ്ങളെ, നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഈ ചോദിക്കുന്നത്. എനിക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാം. ജെ ജെ ബ്രദറിന് അഭിപ്രായമുണ്ടോ ഈ വിഷയത്തിലെ പറ്റി? ജെ ജോസ് ബ്രദർ. അല്ല, നസീം ബ്രദറെ, ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നസീം ബ്രദർ ഇപ്പൊ വന്ന് പറഞ്ഞില്ലേ, നമ്മുടെ
മുഹമ്മദിന്റെ അടുത്തേക്ക് ഒരു മുസ്ലിം വന്നു എന്ന് പറഞ്ഞില്ല. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എന്ന് മുതലാണ് ഈ മുസ്ലിം എന്ന് വിളിക്കാൻ തുടങ്ങിയത്? എങ്ങനെയാണ് ഈ മുസ്ലിം എന്നുള്ളൊരു വാക്ക് ഇത് മുഹമ്മദ് ബ്രദറെ കൊണ്ടുവന്നതാണ്? ബ്രദറെ അത് നമ്മുടെ ടോട്ടൽ വിഷയം കംപ്ലീറ്റ് ആയിട്ട് വിഷയം മാറിപ്പോ. അത് നമുക്ക് എടുക്കാം, അത് പിന്നെ പറയാം. കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം മുഴുവനായിട്ട് മാറിപ്പോവും. മുസ്ലിം എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അടിമ, അത് വൺ ഹു സബ്മിറ്റ് ടു അല്ലാഹ് എന്നുള്ള ആശയത്തിലാണ് മുസ്ലിം എന്നുള്ള ആ വാക്ക് വരുന്നത്. വൺ ഹു സബ്മിറ്റ് ടു അല്ലാഹ്. പക്ഷേ ഈ ഈ കാര്യം പിടികിട്ടിയോ? ഈ ഹദീസിൽ നിൽക്കുന്ന കാര്യം പിടികിട്ടിയോ? മനസ്സിലായി. അല്ല, എനിക്കിതിപ്പം ഇത്രത്തോളം വർഷങ്ങൾ ഇവിടെ നിന്നപ്പോഴത്തേക്കും മനസ്സിലായ ഒരു കാര്യം, ഇവർക്കിത് വെറും ഒരു സ്ത്രീ എന്ന് പറയുന്നത് വെറും ഒരു വെപ്പാട്ടിയോ അല്ലെങ്കിൽ ഒരു അടിമയോ അല്ലെങ്കിൽ അയാള് വർഷങ്ങൾക്ക് മുമ്പ് പറ്റിച്ചിട്ട് അവരുടെ സ്ഥാപനങ്ങളും സ്വത്തുക്കളും കയ്യേറിയ ഒരാൾ ഒരു ആ പകയോട് കൂടിയുള്ള പ്രവൃത്തികളോ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഈ പറയുന്ന എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും ചെയ്തിരിക്കുന്ന എല്ലാം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ മുഹമ്മദ്. അതിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഒരിടത്ത് പോലും. അപ്പൊ അത് വെച്ചാണ് ഇയാൾ സംസാരിക്കുന്നത്. അവരെ ഇത് കിട്ടുന്ന പൈസയ്ക്ക് വിൽക്കണോ? അത് നമുക്ക് ജനറലായിട്ട് അത് തന്നെയാണ്. നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇത് മുഹമ്മദ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരൊരു നിക്കാഹ് ബന്ധത്തിലാണെങ്കിൽ അവരൊരു ജീവിതം ജീവിച്ചുകൊണ്ട് പോവുകയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു പുരുഷൻ ഈ സ്ത്രീയെ തൊടുകയാണ്, വേറൊരു അന്യപുരുഷൻ ഈ സ്ത്രീയെ തൊടുന്നു. ഈ സ്ത്രീ ആണെങ്കിൽ അവനെ വിലക്കുന്നുമില്ല. നോർമലായിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും അവൻ ചെന്നിട്ട് അവൻ ആരോടെങ്കിലും അഡ്വൈസ് ചോദിക്കുകയാണെങ്കിൽ മറ്റൊരു നിരീശ്വരവാദി എന്താ പറയുന്നത്? എടാ, നീ നിന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലെങ്കിൽ ആ സ്ത്രീയോട് പറയും, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ഇങ്ങനെ ചെയ്യരുത്, നിന്റെ ഭർത്താവ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ, ഇങ്ങനെ ചെയ്യരുത്. ഒത്തിരി ആയിക്കഴിഞ്ഞ് ഇത് തന്നെ പിന്നെയും കണ്ടിന്യൂസ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ശരിക്കും ഷീ ഈസ് ആൻ അഡൾട്ടറസ് വുമൺ, അപ്പം ലെറ്റ് ഹെർ ഗോ. പക്ഷെ ഇവിടെ അഡ്വൈസ് കൊടുക്കുന്ന ദ വൺ ഹൂ ഈസ് സപ്പോസ് ടു ഗിവ് ദി അറ്റ്മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് അഡ്വൈസ് കൊടുക്കുന്ന വ്യക്തി പറയുന്നത്, ഇറ്റ്സ് ഓക്കെ, യു എൻജോയ് ഹെർ. കാരണം ഷീ ഈസ് ജസ്റ്റ് എ ഡൊമസ്റ്റിക്, ഷീ ഈസ് ജസ്റ്റ് എ ഡൊമസ്റ്റിക് തിങ്, എ പ്രോഡക്റ്റ്. അപ്പം ഇതിനെങ്ങനെയാണ് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് നോക്കിക്കാണുന്നെന്നുള്ള ഒരു ചോദ്യം എൻ്റെ മുൻപിലാണ്. ഇങ്ങനെ ഒരു അഡ്വൈസ് തരാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ ദ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്, ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ഹ്യൂമൻ ഹൂ ഈസ് അലൈവ്, ഹൂ വാസ് അലൈവ്, ഏറ്റവും ബെസ്റ്റ് മോറൽ ക്യാരക്ടറായി. ഇതൊരു എക്സാമ്പിളാണ്. വേറെ ഇഷ്ടം പോലെ പല എക്സാമ്പിൾസും ഉണ്ടെങ്കിലും ഞാൻ അവിടോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കുടുംബജീവിതത്തിന് ഇങ്ങനെ ഒരു എക്സാമ്പിളും ഒരു അഡ്വൈസ് തരാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഇതാണ് എൻ്റെ ചോദ്യം. കാരണം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവും കർത്താവിൻ്റെ ശിഷ്യന്മാരും പഠിപ്പിച്ച സ്റ്റാൻഡേർഡ് ഈസ് ഓൺ ദ ഹയസ്റ്റ് ലെവൽ. കർത്താവിൻ്റെ ശിഷ്യന്മാർ, അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്ന ഭാഗമൊക്കെ നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് സ്ത്രീകളോട് പറയുന്നത് എങ്ങനെയാണ്? അതെ, അത് നമുക്കെവിടെ കാണാൻ പറ്റുന്നത്? എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത്
5-ാം അധ്യായം 22 എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരെങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇപ്പൊ അവിടെ പറയുന്നുണ്ട്. അതെ, സി എ ബ്രദർ നല്ല മോറൽ ടീച്ചിങ് ആണ്. വുമൻ ഫോർ മുസ്ലിം is a place where they can. അതെ. സോ ARM ബ്രദറെ, ഷിനാദ് ബ്രദറെ, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തൊരു അഭിപ്രായം നിങ്ങൾ പറയുക. ഇപ്പം പറയണ്ട, പിന്നെ ആണെങ്കിലും പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് തെളിവ് തന്നു, പുസ്തകങ്ങളിൽ നിന്ന് തെളിവ് തന്നു, റെഫറൻസ് പറഞ്ഞു. ഇബിൻ ഹജർ അൽ അഷ്കലാനിയുടെ പുസ്തകത്തിനകത്ത് അതിൻ്റെ 7/199 to 204 ഈ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ തഹദീബ് അബു നയീം എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ്റെ പുസ്തകം ഹിലായത്ത് അൽ ഔലിയ അതിൻ്റെ 3/310 3/310 ഈ കാര്യം വളരെ വിശുദ്ധമായിട്ട് എങ്ങനെ ഒരു മുസൽമാന് അവൻ്റെ ഭാര്യയെ റെൻറ്റിന് കൊടുക്കാം, ലീസിന് കൊടുക്കാം, കൂട്ടുകാരന് കൊടുക്കാം, അടുത്തുള്ള അയൽവക്കക്കാരന് കൊടുക്കാം എന്നുള്ള കാര്യം വളരെ വിശുദ്ധമായിട്ട് പറയുന്നു. എൻ്റെ സഹോദരൻ, ഞാൻ എന്ത് വളച്ചൊടിച്ചെന്ന്, ഞാൻ വളച്ചൊടിച്ച കാര്യം എന്ന് പറ. നിങ്ങൾ എന്ത് വിവരക്കേടായാറമ്മ പറയുന്നേ? ഞാൻ എന്ത് വളച്ചൊടിച്ചു? വാട്ട് ഡിഡ് ഐ ടേൺ അപ്സൈഡ് ഡൗൺ? ഞാൻ വളച്ചൊടിച്ചു. നീ എന്ത് വർത്താനമാണെന്ന് നോക്കിക്കേ ഇവർ പറയുന്നേ. ഞാൻ ഇതിനകത്ത് എന്ത് വളച്ചൊടിച്ചു? ഷിനാദ് ഭായി പോയോ? ഷിനാദ് പോയോ? ഏറമ്മ, ഞാൻ എന്ത് വളച്ചൊടിച്ചെന്നാ ഈ ഹദീസിനകത്ത് പറയുന്നേ? ഞാൻ മലയാളത്തിൽ വേണമെങ്കിൽ ഇട്ടുതരാം. നിങ്ങൾ എന്ത് വർത്താനമാണെന്ന് നോക്കിക്കേ. വർഗീസ് അച്ഛാ കേൾക്കുന്നുണ്ടോ? വർഗീസ് അച്ഛാ ബിസിയാണ്. ഇവരൊന്നും ഉത്തരം അർഹിക്കുന്നില്ല കുഞ്ഞെ. ഈ ഫാൽക്കനൊന്നും യാതൊരു വിവരമില്ലാത്തവന്മാരാണ്. അമ്മാരോടൊന്നും പറഞ്ഞോണ്ട് കഥയില്ല. വർഗീസ് അച്ഛാ, ഞാൻ ഈ ഹദീസ് വായിച്ചതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇത്ര എന്തേ ഹദീസിന്റെ അതല്ല സിറ്റുവേഷൻ എന്തുവാന്ന്, ഹദീസിന്റെ സിറ്റുവേഷൻ അച്ഛാ ഞാൻ വായിച്ചത് ഈ തെറ്റുണ്ടെങ്കിൽ അച്ഛനൊന്ന് ഈ ഭാഗം ഞാനിപ്പം മലയാളത്തിനകത്ത് കമന്റ് ബോക്സിൽ ഇടാൻ പോകുന്ന ഭാഗം അച്ഛനൊന്ന് വായിച്ചിട്ട് ഞാൻ എനിക്ക് മലയാളത്തിൽ ഇച്ചിരി ചിലപ്പം വായിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. എന്താണെങ്കിലും ഞാൻ മലയാളം സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. എന്നാലും കുഴപ്പമില്ല, നിങ്ങളൊക്കെ കേരളത്തിൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് മലയാളം എന്നെക്കാട്ടി കൂടുതൽ അറിയാവുന്നവരാ. വർഗീസ് അച്ഛാ, ഈ ഹദീസ് ഒന്ന് വായിച്ചിട്ട്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഹദീസ് ഒന്ന് വായിച്ചിട്ട് എന്തുവാണ് അതിനകത്ത് മുഹമ്മദ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണോ? പുള്ളി വിവാഹ ജീവിതത്തിന്റെ മാതൃക പറഞ്ഞു കൊടുക്കുക. അബുദാബിദിന്റെ പേര്. ഒരാൾ നബിസായുടെ അടുക്കൽ വന്നു. ഒരാൾ നബിസായുടെ അടുക്ക വന്നെന്നാ, കല്യാണത്തിന് പോയതല്ല, മുഹമ്മദിന്റെ അടുക്ക വന്നു. തന്നെ തൊടുന്ന ഒരാളുടെ കൈ എന്റെ ഭാര്യ തടയില്ല. അവൻ പറഞ്ഞു അവളെ വിവാഹമോചനം ചെയ്യുക. അപ്പോൾ അവൻ പറഞ്ഞു, ഇതിനകത്ത് ഒത്തിരി അവന്മാരും കിടപ്പുണ്ട്, ഏതവനാണ് ഈ മറ്റേ മാനം നമ്മൾ നമുക്ക് അല്ല, അറിയത്തില്ല. അവളെ വിവാഹമോചനം ചെയ്യാന്ന് പറയുന്നത് മുഹമ്മദാണ്. ഓക്കെ. അവൻ പറഞ്ഞു അപ്പം ഈ അവളെ വിവാഹം ചെയ്യുക, മുഖമോചനം ചെയ്യുക. അപ്പോൾ അവൻ പറഞ്ഞു, എന്റെ ഉള്ള അവളെ മോഹിച്ചേക്കും ഞാൻ ഭയപ്പെടുന്നു. അവൻ പറഞ്ഞു, എങ്കിൽ അവളെ ആസ്വദിക്കൂ. എന്തുവാടെ ഇതിനകത്തൊന്ന് വായിച്ചാടെ എന്നെ ഫാൽക്കണേ, തനിക്ക് ഇതിനകത്ത് എന്താണ് അതിനകത്ത് പ്രശ്നം എന്നൊന്ന് വായിച്ചേ. ഇതിനകത്ത് എവിടെ ഞങ്ങൾ വളച്ചൊടിച്ചെന്ന് വായിച്ചേ. ഞങ്ങൾ ഒരു ഹദീസും വളച്ചൊടിക്കുന്നില്ല. ഞങ്ങൾ വളച്ചൊടിക്കാതെ നേരെ വടി പോലെ അങ്ങ് തരുന്നതാണ്. നിങ്ങളാണ് ഇത് വളച്ചൊടിച്ച് ചുരുട്ടി സ്പ്രിങ് പരുവത്തിലാക്കുന്നത്. ഞങ്ങൾ വളച്ചൊടിക്കാറില്ല. എന്തോ പറയാനെന്ന് പറഞ്ഞു. മുഹമ്മദ് സൈനബയുടെ വീട്ടിൽ ചെന്നു. അവളെ വിവസ്ത്രയായിട്ട് കണ്ടു. പുള്ളിയുടെ കുരു പൊട്ടി. പുള്ളി അവളെ അടിച്ചു മാറ്റി ഭാര്യയാക്കി. ഇതിനകത്ത് എന്തോന്ന്? ഇത് നിങ്ങളുടെ ഹദീസിനകത്ത് എഴുതി വെച്ചിരിക്കുന്നേ. ഞങ്ങൾ ഇനി അതിന്റെ ചരിത്രം എവിടെ മകൾ വളയ്ക്കുന്നത്? ഞങ്ങൾ വളയ്ക്കുന്നില്ല. ഞങ്ങൾ വളയ്ക്കാതെ വായിക്കുന്നതാ പ്രശ്നം. നിങ്ങളുടെ ഉസ്താദുമാര് വളച്ച് ചുരുട്ടി മുഹമ്മദിന്റെ ഏതോ ഒരു പരുവത്തിലാക്കി വെച്ചേക്കുന്നോണ്ടാണ് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ
കൺട്രോൾ പോകുന്നതിന്റെ കാരണം അതാ. വർഗീസ് വെച്ചാൽ പുള്ളി വായിക്കും, പുള്ളി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരും. ARM ഭായി, ഞാൻ വെറുതെ വേറെ ഒരു വിഷയത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വളച്ചൊടിച്ച ഭാഗം അത് ഒന്ന് വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കി തന്നേ. ARM കേൾക്കുന്നുണ്ടോ? ഫാൽക്കനെ മേളി അതൊന്ന് വന്നോ? വായിച്ചിട്ട്, മേളി വന്നിട്ടുണ്ടല്ലോ, ഫാൽക്കൻ അതൊന്ന് വായിച്ചിട്ട് അത് മലയാളത്തിൽ അതിന്റെ ഒന്ന് പറഞ്ഞു തന്നേ. അല്ല, വളച്ചൊടിക്കാതെ. വളച്ചൊടിക്കാതെ, ഒന്നും വളച്ചൊടിക്കണ്ട, അത് മലയാളത്തിൽ അതുപോലെ തർജ്ജമ ചെയ്തു തരിക. അല്ലെന്നേ, നാസിറിനാണല്ലോ മലയാളത്തിലാണ് വളച്ചത്. പറഞ്ഞിരിക്കുന്നത്. നാസിറിനും വളച്ചു. ഇനി ഞാൻ ഫാൽക്കൻ വളച്ചു. വളയ്ക്കാതെ നേരെ വടി പോലെ പറയും. പറഞ്ഞോ, കേക്കട്ടെ. ARM ഭായി പ്ലീസ് വളയ്ക്കാതെ ഒന്ന് പറഞ്ഞു തന്നേ. ഇപ്പൊ ഒന്നും മിണ്ടണ്ട, കണ്ടോ? വളയ്ക്കാതെ അത് പറഞ്ഞു തരാൻ മേളിലോട്ട് വിളിച്ചപ്പോ ഇപ്പൊ ഒന്നും മിണ്ടാതിരിക്കുക. എന്നിട്ട് ഞാൻ വളച്ചു. ഇപ്പൊ ഞാനല്ല, എനിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ലെങ്കിൽ ഇവിടെ വർഗീസ് അച്ഛൻ വളരെ വൃത്തിയായിട്ട് അത് വായിച്ചു. എന്നിട്ട് ഒന്നും വളച്ചുമില്ല. വർഗീസ് അച്ഛൻ അത് വായിച്ചതേ ഉള്ളൂ. ARM, എന്റെ പൊന്ന് മുസ്ലിം സുഹൃത്തെ, പ്ലീസ്. നാസറിനെ നമ്മുടെ ഈ സഹോദരന്മാര് പറഞ്ഞ പോലെ ഈ ഒരു 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 ബൊമ്മ പാവക്കുഞ്ഞിനെ വാങ്ങിച്ചോണ്ട് പോയി ഒരു പെങ്കുഞ്ഞിനെ വളച്ച ഒരാളുണ്ട് ചരിത്രത്തിനകത്ത്. നമുക്കിപ്പോ അതെ. റിഫ്രഷ് ചെയ്യേ You are in the speaker panel right now. Refresh ചെയ്യ്. You are in the speaker panel. Unmute yourself. Yeah. ഓക്കെ. ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഞാൻ ഇത്ര നേരം ബ്രദർ മേളിലുണ്ടായിരുന്നു സഹോദര. ഞാൻ വിളിച്ചപ്പോ അപ്പോഴേ ബ്രദർ മേളിലുണ്ട്. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ കുറച്ച് ഇവിടെ എനിക്ക് സംസാരിക്കാനുള്ള സൗകര്യം അല്ലാതെ ഞാൻ കയറി വരാതിരുന്നത്. ഞാൻ നസ്രിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നസ്രിനോട് ഒരു ഡയറക്റ്റ് ടോക്ക് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വിടുകയും വേണം പ്ലീസ്. ഞാൻ വേറെ ടോക്കിന് പറഞ്ഞൊക്കെ വിടാം. ഞാനൊരു ജസ്റ്റ് ആ ഹദീസ് ഒന്ന് പറയാം. ഇങ്ങനെ, അതായത് ഒരാൾ വന്ന് പറയുന്നു പ്രവാചകനോട്, എൻ്റെ ഭാര്യ മറ്റൊരാളെ തൊടുമ്പോൾ അവരെ തടയുന്നില്ല എന്ന് ഒരാൾ വന്ന് പറയണം. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രവാചകൻ പറയുന്നു, എങ്കിൽ നിങ്ങൾ, അതായത് ഒരു മോശം പ്രവൃത്തിയല്ലേ എന്നുള്ള നിലയിൽ അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ ഡൈവേഴ്സ് ചെയ്തോളാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, പക്ഷെ എനിക്ക് അവരോട് താല്പര്യം ഉണ്ടാവാനുള്ള ഒന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ എന്താ സ്വാഭാവികമായിട്ട് വിചാരിക്കുക, അപ്പൊ ഇയാൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പ്രവൃത്തി കണ്ടതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കാം, അവര് എന്നാ പിന്നെ നീ കൂടെ നിർത്തിക്കോളൂ എന്ന് പറയാണ്. ഒരു ചെറിയൊരു കാര്യമാണ്. ചിന്തിച്ചു കൂട്ടാനോ അതിന്റെ അകത്തുനിന്ന് വേറെ ഒന്നും എടുക്കാനില്ല. അത്രേ ഉള്ളൂ ഇതിന്റെ ഡയറക്റ്റ് മീനിങ്. ഇതല്ലേ അതിന്റെ അകത്ത് ഡയറക്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. വേറെ എന്താ എഴുതിയിരിക്കുന്നത്? താങ്കൾ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നിങ്ങളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? വ്യഭിചാരത്തിനുള്ള അനുമതി എന്തെല്ലാം ഇവിടെ കിടന്ന് പറഞ്ഞത്. അല്ല, ഈ അവൾക്കൊരു അവസരം കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് അവള് അവസരം എടുത്തതിന് ശേഷം അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പം താങ്കൾ പറഞ്ഞ സാധനം ആ ഹദീസിൽ എവിടാ പറയുന്നത് സഹോദര? അയാൾക്ക് താല്പര്യമാണെന്ന് തോന്നുന്നു പറയുമ്പോ നിർത്തിക്കുമെന്ന് പറഞ്ഞ അർത്ഥമുള്ളൂ. അയാൾക്ക് അയാളുടെ ഭാര്യ ഈ ഒരു വൃത്തികെട്ട പരിപാടി ചെയ്യുമ്പോൾ പോലും അയാൾക്ക് അവളോടുള്ള താല്പര്യമുണ്ട്. കാരണം ഈ അറബികൾക്കുള്ള താല്പര്യം എന്തുവാ? അവർക്ക് സെക്സ് ചെയ്യണമെന്നുള്ള താല്പര്യമാണ് അവർക്കുള്ളത്. അപ്പൊ മുഹമ്മദ് എന്തുവാ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് മുഹമ്മദ് എന്താ പറയുന്നത്? ആദ്യം തന്നെ പറയുവാണ്, സഹോദരൻ മുഹമ്മദ് എന്താ പറയുന്നത്? പറയുവാണെങ്കിൽ ശരിയാണ്. മുഹമ്മദ് എന്താ പറയുന്നത്? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇങ്ങനെ മോശം പ്രവൃത്തിയാണെങ്കിൽ അവരെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇയാള് പറയാണ്, എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലാത്ത ഇതുണ്ടെന്ന് പറയാണ് അയാള്. ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും അയാൾ പറയുന്നില്ല. അയാൾ പറയുന്നത് പറഞ്ഞാൽ മതി. എനിക്ക് അവളെ എന്റെ ഉള്ളം അവളെ മോഹിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതായത് എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നല്ല അതിന്റെ അർത്ഥം. അവളെ മോഹിക്കും, എന്റെ ഉള്ളം അവളെ മോഹിക്കും എന്ന് ഞാൻ ഭയക്കുന്നു. കൂടെ നിർത്തിക്കൂന്ന് പറയൂ. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ല നസ്രിന്. അതിലിപ്പോ എന്താണ് ഇത്ര കൂടുതൽ സ്വാഭാവികമാണോ? അതിന്റെ കൂടി ചേർത്ത് ARM ഒന്ന് ചിന്തിക്കുക. ഇനി നമുക്കൊന്ന് ARMനെ ഈ വ്യക്തിയുടെ ഷൂസിലേക്ക് ഒന്ന് വെക്കാം. ഓക്കെ,
അതൊന്നും ARM ഒരു വേണ്ട. നിക്കാഹ് കഴിച്ച് ഒരു ഭാര്യയെ കൊണ്ടുവരുന്നു. ഈ ഭാര്യയാണെങ്കിൽ അടുത്തുള്ള അയൽവക്കക്കാരൻ, അപ്പുറത്തെ നാസിറും ഇപ്പുറത്തെ നവാസും അപ്പുറത്തെ ഷഹനവാസും അപ്പുറത്തെ ഫഹദും ഇവരെല്ലാവരും വരുമ്പോഴൊക്കെ ഈ സ്ത്രീ എല്ലാ പരിപാടികളും ചെയ്യുന്നു. കൈ തൊടുന്നു, കാല് തൊടുന്നു, പരിപാടികളെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ARMന് ബുദ്ധിമുട്ട് തോന്നുന്നു. ARM അടുത്തുള്ള ഉസ്താദിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, ഉസ്താദെ ഇങ്ങനെ പരിപാടികളുണ്ട്, ഇങ്ങനെയൊക്കെ ആകുന്നു. അപ്പോൾ ഉസ്താദ് ആദ്യം പറയുന്നു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നീ തലാക്ക് കൊടുത്തരാം അവൾക്ക്, അവൾ ഇങ്ങനത്തെ സ്ത്രീ അല്ലേ. അപ്പോൾ ARM പറയുന്ന, എന്നാലും ഒരു കാര്യം ഉസ്താദെ, എൻ്റെ ഹൃദയം അവളെ മോഹിച്ചേക്കും എന്നുള്ള അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്, അവളോടുള്ള താതുണ്ട് എനിക്ക്. അപ്പോൾ ഉസ്താദ് പറയുന്നു, എന്നാൽ ഒരു കാര്യം ചെയ്യും, യു എൻജോയ്, ലെറ്റ് ദം ഓൾസോ എൻജോയ്. വാട്ട് ഈസ് യുവർ തോട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം? താങ്കൾ എന്ത് ചിന്തിക്കും ആ ഒരു ഫാമിലി കൗൺസിലിംഗ് കിട്ടിയ ഉസ്താദിന്റെ കയ്യിൽ നിന്ന്? വാട്ട് ഈസ് യുവർ തോട്ട് ദാറ്റ് ഈസ് ഗോയിങ് ടു കം ഇൻ ടു യുവർ മൈൻഡ്? നസ്രീൻ, നിങ്ങള് ഇപ്പൊ ARMനും അറിയാം ഇത് വലിയൊരു വൃത്തികേടാണെന്ന്. സെന്റൻസ് കൂട്ടിച്ചേർത്ത് പറഞ്ഞേട്ടോ ഇതിന്റെ കൂടെ. ARMനും അറിയാം ഇത് ലെറ്റ് ദം വൃത്തികേടാണെന്നല്ലേ. ഓൾസോ എൻജോയ് ചെയ്യുന്നു, ലെറ്റ് ദം ഓൾസോ പിന്നല്ലാതെ എൻജോയ് ചെയ്യുന്നു. അപ്പൊ why അത് why എത്ര എവിടം വരെ എത്തിച്ചെന്ന് നോക്കാം ഒരു he is വാക്കിന്, saying, ഒരു മുഹമ്മദ് is saying let you. മുഹമ്മദ് ഈ saying എന്തുവാ? മുഹമ്മദ് എന്തുവാ പറയുന്നത്? മുഹമ്മദ് പറഞ്ഞു, എങ്കിൽ അവളെ ആസ്വദിക്കുക. അവളെ ആസ്വദിക്കുമ്പോൾ തന്നെ അവൾ ഈ പ്രവൃത്തി നിർത്തുന്നില്ലല്ലോ. നിർത്തിയോ? അവളെ വിളിപ്പിച്ചോ? അവളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞോ നീ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യലെന്ന്? അല്ല, എനിക്ക് കൂടുതൽ ഇതിലൊക്കെ എന്ത് പറയാനാ നസ്രീനെ, നിങ്ങളുടെ പറയാനൊന്നും ഇല്ല. എന്ത് പറയാ ഇതിനൊക്കെ ഹദീസ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഹദീസ് ബ്രദറെ ഞാൻ ഒന്നുകൂടെ വായിക്കാം. അബൂ ദാവൂദ് ഹദീസ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. അതായത് ഒരാൾക്ക് താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോ എന്നാ പിന്നെ നിങ്ങൾ കൂടെ നിർത്തിക്കോ എന്ന് പറയാണ്. അതിനാണ് പറയുന്നത്, എന്നാ നിങ്ങൾ നിർത്തിക്കോ, ബാക്കിയുള്ളവന്മാരെല്ലാം നടക്കട്ടെ, എല്ലാ പരിപാടിയും നടക്കട്ടെ എന്നാ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ളവന്മാരല്ല അപ്പോഴും തൊടുന്നുണ്ടെന്നേ. ബാക്കിയുള്ളവന്മാർ അപ്പോഴും തൊടുന്നുണ്ട്. അവരുടെ തൊടല് നിർത്തിയില്ല. ഒന്നാമത് ഈ ഹദീസിൽ തന്നെ പറയുന്നത് ഒരാള് തൊട്ടപ്പോ തടുത്തില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഡസ് നോട്ട് പ്രിവെന്റ് ദ ഹാൻഡ് ഓഫ് എ മാൻ ഹു ടച്ചസ് ഹെയർ എന്ന് ഒരൊറ്റയാളുടെ കാര്യമാണ് പറയുന്നുള്ളൂ. അപ്പൊ ഒരാളാണെങ്കിൽ കുഴപ്പമില്ലല്ലേ? ഒരാളാണെങ്കിൽ കുഴപ്പമില്ലല്ലേ? ഉള്ള ആൾക്കാർ നാട്ടുകാരെ അല്ല, ഫഹദ് മാത്രം തൊടുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബാക്കിയുള്ള നവാസും ഷഹനവാസും ഒന്നും തൊടുന്നില്ല, ഫഹദ് മാത്രം തൊടുന്നുണ്ട്, അതുകൊണ്ട് ഓക്കെയാണ്. ഒരാൾ തൊടുവാണെങ്കിൽ ഓക്കെ ആണല്ലേ? ഒരാള് തൊട്ടിപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതൊന്നും ഇയാൾ വന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഓക്കെ, അങ്ങനെ തൊട്ടുമ്പോ തടുക്കുന്നില്ലെങ്കിൽ അതൊരു മോശമായ കാര്യമാണ്, അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ താല്പര്യമില്ല, എനിക്ക് അവളോട് താല്പര്യമുണ്ട്, എന്നാലും എനിക്ക് അവളോട് താല്പര്യമാണെന്ന് പറയുമ്പോൾ എന്നാ പിന്നെ നിങ്ങൾ കൂടെ നിർത്തുക, അതിപ്പോ അയാളുടെ വ്യക്തി താല്പര്യമാണല്ലോ, എന്നാ പിന്നെ ഇയാൾക്ക് താല്പര്യമാണെങ്കിൽ അയാൾ നിർത്തട്ടെ എന്ന് അയാളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയാണ് അവിടെ ചെയ്തത്. ആ ഒരു കാര്യം എടുത്തുകൊണ്ട് കാരണം ഇസ്ലാമിനകത്ത് ഒരു മുസൽമാൻ അവൻ ആഗ്രഹിക്കുന്ന വേറെ ആരെ വേണമെങ്കിലും അവന്റെ ബെഡിൽ അവന്റെ ഭാര്യയുടെ കൂടെ കിടത്താനുള്ള അവകാശം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. അതറിയാമോ താങ്കൾക്ക്? ഡു യു നോ ദാറ്റ്? ഇത് വേറെ എന്തെങ്കിലും വളച്ചൊടിച്ചുകൊണ്ട് വരും, അല്ലാതെ പിന്നെ എന്താ? അല്ല, ഇതറിയാമോ? ഡു യു നോ ദിസ്? ഇല്ല. ഇസ്ലാമിനകത്ത് അവൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയെയും അവന് വേറെ ഒരാൾക്ക് കൊടുക്കാനുള്ള അവകാശം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. ഇല്ല, വിവാഹത്തിലൂടെ അല്ലാതെ പറ്റില്ല. നോ ബ്രദർ, അതായത് ബ്രദറിന് ഇസ്ലാം അറിയാത്തത് കൊണ്ട്. അതെ, ഞാൻ അതിന് തെളിവ് തരാം. ഞാൻ ആ തെളിവ് മേളിലിട്ടിട്ടുണ്ട്. ഞാൻ അത് വളച്ചൊടിച്ചത് ഇനി നേരെ കൊണ്ടുവരാൻ ഞാൻ കുറെ കഷ്ടപ്പെടേണ്ടി വരും. ഒരു കഷ്ടപ്പാടും ഇല്ല, താങ്കൾ ഇതെടുത്ത് വായിച്ചാൽ മാത്രം മതി. കഷ്ടപ്പാടും ഒന്നും പരിപാടികളൊന്നും ഇല്ല സഹോദര. അതെ, on the authority of Ibn Umar, he said a vagina is permissible except a vagina. If its owner wishes, he sell it. If he wishes, he gives it away. If he wishes, he keeps it. There is no condition in it. പറഞ്ഞ മനസ്സിലായോ? ഇനി ഏഴാം ഫാൽക്ക് അത് നേരെയാക്കിട്ട് പറ. പറഞ്ഞ മനസ്സിലായോ? ഞാൻ എന്റെ ഇതൊന്ന് ബ്രേക്ക് ആയിരുന്നു, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ ഹദീസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. On the authority of Ibn Umar, he said a vagina is not permissible except a vagina.
ഒരു വെജൈനക്ക് പകരം വേറെ ഒരു വെജൈന എടുക്കുക. ഇഫ് ഇറ്റ്സ് ഓണർ വിഷസ് ഹി സെൽ ഇറ്റ്, അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവന് വിൽക്കാം. ഇഫ് ഹി വിഷസ് ഹി ഗിവ് ഇറ്റ് അവേ, അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വിൽക്കാതെ തന്നെ കൊടുക്കാം. ഇഫ് ഹി വിഷസ് ഹി കീപ് ഇറ്റ്, ദർ ഇസ് നോ കണ്ടീഷൻ ഇൻ ഇറ്റ്. അതായത് കൃഷിയിടം വിൽക്കാനും പാട്ടത്തിന് കൊടുക്കാനും കൂട്ടുകൃഷി ചെയ്യാനും പറ്റുമെന്ന്. എനിക്ക് വയ്യ. ഇത് ഏആർഎം ഇതിന്റെ നമ്മള് ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയൊരു തിരി തുടങ്ങുമ്പം അത് എവിടം വരെ പോയി നിൽക്കുമെന്നുള്ള സാധനം എൻഡ് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ തുടങ്ങി വെക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇതിന്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞേ. റെഫറൻസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. റെഫറൻസ് ഒന്ന് വായിച്ചേ. റെഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഗ്രേഡും കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ താഴെ തന്നെ. അല്ലല്ല, മേളിൽ തന്നെ ലിങ്ക് ഉണ്ട്, അതിനകത്ത് തന്നെ താഴെ അതിന്റെ റെഫറൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. അതൊന്ന് വായിച്ചേ. ഡ്രോറാണെന്നും എനിക്ക് കാണിക്കുന്നത്. DORA.net എന്നാണ് അത്. ഇസ്ലാമിക അറബിക് വെബ്സൈറ്റ് ആണ്. താഴെ അതിന്റെ റെഫറൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അറബിക്കാണല്ലോ ഇതിനകത്ത് ടെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. വായിച്ചോ. ഞാൻ വേറെ ഒരു തെളിവൂടെ, ഒരു റെഫറൻസ് കൂടെ തരാം. ഒരു പുസ്തകത്തിന്റെ പേരാണ് നുക്കാബ് അൽ അഫ്കാർ ഫി തനാഖി മുബാനി അൽ അക്ബർ ഫി ഷറഹ് മനി അൽ അത്താർ, വോള്യൂം 12, പേജ് നമ്പർ 41. അവിടെ പറയുന്നത് ഈ സെയിം ഭാഗം അവിടെയും പറയുന്നുണ്ട്. ഇബ്ൻ ഉമർ സെഡ്, ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ബട്ട് എ വെജൈന ഫോർ എ വെജൈന. ഇഫ് ഇറ്റ്സ് ഓണർ വിഷസ് ഹി ക്യാൻ സെൽ ഇറ്റ്. If he wishes, he can give it away, and if he wishes, he can keep the vagina. There is no condition at all. എന്റെ ഫാൽക്കണെ, നിങ്ങൾ ഒന്നാമത് പറഞ്ഞോട്ടെ. ഒന്നാമത് ഈ പറഞ്ഞ ഹദീസൊന്നും ഓതന്റിക് ഹദീസൊന്നും അല്ല. ഹദീസിന്റെ ഗ്രേഡ് ഒന്ന് നോക്കിക്കേ ആർമേ. എവിടെന്നാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? ഏത് ഹദീസിന്റെ ഗ്രേഡ് ഒന്ന് നോക്ക്. ആദ്യം ഹദീസിന്റെ ഗ്രേഡ് നോക്കിയിട്ട് പറ. ഗ്രേഡ് എന്തുവാ? കറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് പറ. ഹദീസിന്റെ ഗ്രേഡ് എന്തുവാന്ന് വായിക്കേ ആർമേ താഴോട്ട്. ഗ്രേഡ് ഒക്കെ എഴുതി എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇത് ഏതാണ്? പിന്നെ എങ്ങനെ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞത്? ഹദീസിന്റെ ഗ്രേഡ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ ആർമേ. ഹദീസിന്റെ ഗ്രേഡ് ഒന്ന് പറഞ്ഞേ സത്യസന്ധതയോടെ. ARM സത്യസന്ധതയോടെ ആ ഹദീസിന്റെ ഗ്രേഡ് ഒന്ന് താഴോട്ടൊന്ന് നോക്കി പറഞ്ഞേ ARMനകത്ത് സത്യസന്ധത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. ഇപ്പൊ പറഞ്ഞിരിക്കുന്നതിലെ ഗ്രേഡ് ഒന്നും എഴുതിയിട്ട് പോലും മേളിലിട്ടിരിക്കുന്ന എന്തോ മേളിലിട്ടിരിക്കുന്നതിനകത്ത് അതിനകത്ത് ഗ്രേഡ് കൊടുക്കുന്നില്ല. ഗ്രേഡ്